ഇന്ന് നമ്മളില്ലേ ഹംദിൻ്റെ പർച്ചേസിങ്ങിനായിട്ട് പുറപ്പെടുകയാണ്. അപ്പം നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് പർച്ചേസിംഗ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പർച്ചേസിംഗ് വലിയൊരു ടഫസ്റ്റ് ആണ്. അത്രയും ടഫസ്റ്റ് ആണുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരുടെ സൗകര്യങ്ങളും കൂടി നോക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടെ ഒരു ബ്രേക്ക് വരുന്നത്. നമുക്കിപ്പോൾ ഏജൻ്റ് ഉണ്ട് എത്തിച്ചേരാനായിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാനൊക്കെ ഇപ്പോൾ ഒരുപാട് വഴികളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. കാരണം നമ്മൾ പോയി കണ്ടറിഞ്ഞ് കൊണ്ടുവരുന്ന ആ ഒരു ഫീൽ കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളൊരു 5 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾക്കറിയാം നോർത്ത് ഇന്ത്യ ആണ് മെയിനായിട്ട് നമ്മളെ പർച്ചേസിങ് ഏരിയ. അപ്പോൾ നോർത്ത് ഇന്ത്യ ഏകദേശം കവർ ചെയ്താൽ നമുക്ക് മൊത്തത്തിൽ പർച്ചേസിങ് അടിപൊളിയായി കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇന്ന് എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഇതിപ്പോഴും എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടും നിങ്ങൾ അയക്കുന്ന മെസ്സേജസോ ആ ഒരു ധൈര്യം കൊണ്ടാണ്. എൻ്റെ ഫാമിലിയിൽ നിന്നോ എൻ്റെ ഫ്രണ്ട്സോ ഒന്നുമല്ല. എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരിക്കൽ പോലും കാണാത്ത ആൾക്കാരാണ് എൻ്റെ ഇന്ന് അത്രയും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് NRI കസ്റ്റമറാണ്. അവരാണെങ്കിൽ അവരെ വീട്ടിൽ ആളില്ലെങ്കിൽ പോലും അവർ എൻ്റെ അടുത്ത് അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് അവർ പറയും ഞങ്ങൾ പറയുമ്പോൾ മാത്രം ഡിസ്പാച്ച് ചെയ്താൽ മതി എന്നുള്ളത്. അത്രയും ധൈര്യത്തിൽ എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ആ ഒരു ധൈര്യം തന്നെയാണ് എന്നെ മുന്നോട്ടേക്ക് നയിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു നിയത്ത് എന്ന് പറഞ്ഞാൽ പല ഓൺലൈനിൽ നമ്മൾ കാണുന്നതിൽ നിന്നും സംതിങ് ഡിഫറെൻറ്റ് എനിക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. എന്തെന്ന് എനിക്കറിയില്ല. സാധാരണ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണുന്നതിലും വ്യത്യസ്തമായിട്ട് ഉള്ള നല്ല നല്ല മെറ്റീരിയൽസ്. എനിക്ക് കൂടുതൽ അറിയുന്നത് മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണോ അറിയുന്നത് അതിലാണല്ലോ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അറിയാത്തൊരു കാര്യം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അറിയാത്ത കാര്യം നമ്മൾ ചെയ്യും, അവിടെ നമ്മൾ പതറും, അവിടെ പാളിച്ചൊക്കെ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും എനിക്കിപ്പോൾ ക്ലോത്തിനെ പറ്റിയിട്ടായാലും ഒരു മെറ്റീരിയലിൽ എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതലും മെറ്റീരിയലും തുടങ്ങുന്നത്. ഇൻഷാല്ല കുറച്ച് റെഡിമെയ്ഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം അത്രയുടെ റെഡിമെയ്ഡ്സ് നമുക്ക് എൻക്വയറി വരുന്നുണ്ട്. കാരണം അത് നമ്മൾ ഇതിനോടൊപ്പം തുടങ്ങണം എന്നൊക്കെ യാത്രയിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മളിവിടെ ലാൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് റൂം എടുക്കുക, ഫ്രഷ് ആവുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്ത് മാർക്കറ്റിലേക്ക് പോകും. കാരണം നമുക്ക് ഒരു നിമിഷം പോലും കളയാനില്ല. ഓരോ സമയം വിലപ്പെട്ടതാണ്. അങ്ങനെ മാക്സിമം എത്രത്തോളം മാർക്കറ്റ് കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാർക്കറ്റ് കവർ തിരിഞ്ഞ് നട്ടത്തിരിഞ്ഞിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ പർച്ചേസിങ് ഒരു കല്യാണ പർച്ചേസിങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അറിയാമല്ലോ. അപ്പോൾ ഇത്രയും വലിയൊരു പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്, അത്രയും ടഫാണ്. കാരണം അതിനുള്ള ആരോഗ്യം എനിക്ക് കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പും നടക്കുന്നത്. കാരണം പുറത്തിറങ്ങുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. കേരളം വിട്ട് എനിക്ക് ഫുഡൊന്നും അങ്ങനെ പിടിക്കാത്ത ഒരാളാണ്. അപ്പോൾ മാക്സിമം ഇൻഷാല്ലാ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ സമയം കിട്ടിക്കണ്ടേ എടുക്കും, ഉറപ്പ് പറയുന്നില്ല. കാരണം പർച്ചേസിലേക്ക് ഞാൻ കടന്നാൽ പിന്നെ ഞാൻ എല്ലാം മറക്കും. അപ്പോൾ ഇൻഷാല്ലാ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം കേട്ടോ.